സിനിമയെ വെല്ലുന്ന വൈകാരികത, അർദ്ധരാത്രിയിലെ പോലീസ് അതിക്രമങ്ങൾ, നിയമസഭയ്ക്കുള്ളിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ, ആളിക്കത്തിയ പ്രതികാരത്തിന്റെ തീപ്പൊരികൾ. അതെ, ഇതാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ വ്യക്തിവൈരാഗ്യം ഇത്രമേൽ ഭരണം നിയന്ത്രിച്ച ഒരു രാഷ്ട്രീയ ചരിത്രം മറ്റൊരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിനും ഒരുപക്ഷെ പറയാനുണ്ടാകില്ല. കാരണം ഇത്രയേറെ തീവ്രമായ ഒരു പ്രതികാര രാഷ്ട്രീയം മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു വശത്ത് കലൈഞ്ഞർ കരുണാനിധി, മറുഭാഗത്ത് പുരട്ചി തലവി ജയലളിത. പരസ്പരം തകർക്കാൻ ഇരുവരും മെനഞ്ഞ പോരാട്ടത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. തമിഴ്നാട്ടിലെ പഴയ ദ്രാവിഡ സമവാക്യങ്ങളെ മറികടന്നെത്തിയ വിജയ് സർക്കാർ വീഴുമോ അതോ വാഴുമോ എന്നറിയാൻ തമിഴ്നാടിനെ വിറപ്പിച്ച ആ പഴയ പ്രതികാര ചരിത്രം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ആരും പറയാത്ത ആ കഥ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ കഥയുടെ കൃത്യമായ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ചില നിർണായക വസ്തുതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നേതാക്കളെല്ലാം ശത്രുക്കളായി മാറിയതിന് പിന്നിൽ സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന ഒരു വലിയ ഭൂതകാലമുണ്ട് എന്നതാണ്. ആ കഥ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴകത്ത് അടിത്തറയിട്ട ജനപ്രിയ നേതാവാണ് CN അണ്ണാദുരൈ. DMK രൂപീകരിച്ച് 1967 കോൺഗ്രസിനെ വീഴ്ത്തി തമിഴ്നാട്ടിൽ ആദ്യമായി പ്രാദേശിക പാർട്ടി ഭരണം കൊണ്ടുവന്ന വിപ്ലവകാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം DMKയുടെ അമരക്കാരനായി മാറിയ കരുണാനിധിയും ജനപ്രിയ നായകനായ MG രാമചന്ദ്രൻ എന്ന MGRും തമ്മിലുള്ള കടുത്ത ഭിന്നതയാണ് പിന്നീട് 1972 AIADMKയുടെ പിറവിക്ക് വഴിവെച്ചത്. MGR തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വാഴുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തയും പാർട്ടിയുടെ പ്രചാരണ സെക്രട്ടറിയുമായി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച വ്യക്തിയായിരുന്നു അക്കാലത്തെ താരറാണി കൂടിയായിരുന്ന ജയലളിത. എന്നാൽ 1987 MGR അന്തരിച്ചതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യത രൂപപ്പെട്ടു. പാർട്ടി MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രന്റെ പക്ഷമെന്നും ജയലളിതയുടെ പക്ഷമെന്നും രണ്ടായി പിളർന്നു. എന്നാൽ MGRന്റെ വിലാപ വാഹനത്തിൽ നിന്ന് തള്ളി താഴെയിടപ്പെട്ട നിമിഷമാണ് ജയലളിതയിലെ പ്രതികാര ബുദ്ധി ഉണർന്നത്. പാർട്ടിയുടെ പിളർപ്പ് മുതലെടുത്ത് കരുണാനിധി ഭരണം പിടിച്ചെങ്കിലും ജയലളിത പൊരുതി കയറി. ആ തെരഞ്ഞെടുപ്പിൽ ജാനകി വിഭാഗം തകരുകയും ജയലളിത വിഭാഗം 27 സീറ്റുകൾ നേടി പ്രതിപക്ഷ പദവിയിലെത്തുകയും ചെയ്തു. അതോടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി താനാണെന്ന് തെളിയിച്ച ജയലളിതയ്ക്ക് മുന്നിൽ ജാനകി രാമചന്ദ്രൻ കീഴടങ്ങുകയും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് രണ്ട് വിഭാഗങ്ങളും വീണ്ടും ഒന്നിക്കുകയും ജയലളിത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവായി അവർ സഭയിലെത്തിയതോടെ ആ ചരിത്ര പോരാട്ടം ആരംഭിച്ചു. കരുണാനിധിയുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിയ നിമിഷം തുടങ്ങുന്നത് ആ സംഭവത്തോടെയായിരുന്നു. അതായത് 1989 മാർച്ച് 25 അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അതെ, അന്ന് തമിഴ്നാട് നിയമസഭയിൽ നടന്ന ആ സംഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. ബജറ്റ് അവതരണത്തിനിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും അടിയന്തരമായി കയ്യാങ്കളിയും ഉണ്ടായി. നിയമസഭയ്ക്കുള്ളിൽ വെച്ച DMK നേതാക്കൾ ജയലളിതയെ കയ്യേറ്റം ചെയ്യുകയും ജയലളിതയുടെ സാരി വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന ഗുരുതര ആരോപണം ഉയർന്നു. കണ്ണീരോടെയും വലിഞ്ഞു കീറിയ വസ്ത്രങ്ങളോടെയും സഭയ്ക്ക് പുറത്തേക്ക് വന്ന ജയലളിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ആ ചരിത്ര ശപഥം ചെയ്തു. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയാത്ത ഈ സഭയിലേക്ക് മുഖ്യമന്ത്രിയായി അല്ലാതെ ഇനി ഞാൻ കാലുകുത്തില്ല. ആ ഒരൊറ്റ ശബ്ദം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചു. ആ ഒരൊറ്റ ശബ്ദവും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജയലളിതയോടുള്ള സഹതാപ തരംഗം ആഞ്ഞടിച്ചു. പിന്നീട് 1991 രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ വൈകാരിക തരംഗത്തിൽ DMKയെ തറ പറ്റിച്ച ജയലളിത ആദ്യമായി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ ശബ്ദം നിറവേറ്റി. അധികാരം കിട്ടിയതോടെ തമിഴ്നാട്ടിൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങി. മുഖ്യമന്ത്രിയായ ജയലളിത കരുണാനിധിക്കെതിരെ അഴിമതി കേസുകൾ ചുമത്തി. എന്നാൽ മറുവശത്ത് ജയലളിതയുടെ തോഴി ശശികലയുടെ അമിതമായ അധികാര ഇടപെടലുകളും വളർത്തുപുത്രന്റെ അതിഗംഭീരമായ ആഡംബര വിവാഹവും വലിയ ജനരോഷത്തിനിടയാക്കി. 1996 എന്ത് സംഭവിച്ചു? കരുണാനിധി വീണ്ടും അധികാരത്തിൽ വന്നു. ഇതോടെ പ്രതികാരം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അവരുടെ വസതിയിൽ നിന്ന് 100 കണക്കിന് പട്ടുസാരികളും വില കൂടിയ ചെരുപ്പുകളും കിലോ കണക്കിന് സ്വർണ്ണാഭരണങ്ങളും പോലീസ് പിടിച്ചെടുത്ത് പുറത്തുവിട്ടതോടെ തമിഴകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതോടെ ഇരുവരും തമ്മിലുള്ള പക ആളിക്കത്തി. ഇതിനു പുറമെ മാധ്യമങ്ങളെ ആയുധമാക്കിയുള്ള മറ്റൊരു പോരാട്ടം കൂടി ഇവർക്കിടയിൽ നടന്നു. കരുണാനിധി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള സൺ TV DMKയുടെ പ്രചരണായുധമായി മാറിയപ്പോൾ അതിനെ ശക്തമായി ചെറുക്കാൻ ജയലളിത സ്വന്തമായി ജയ TV ആരംഭിച്ചു.
തമിഴ്നാട്ടിലെ ഓരോ വീടുകളിലെയും സ്വീകരണ മുറികളിൽ ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ വാർത്താ പോർക്കളങ്ങളായി മാറി. ഇതിന്റെ ഏറ്റവും നാടകീയമായ പ്രതികാരം അരങ്ങേറിയത് 2001 ജൂൺ 30-നാണ്. അന്ന് എന്ത് സംഭവിച്ചു? ജയലളിത വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയ സമയം. ഫ്ലൈ ഓവർ നിർമ്മാണ അഴിമതി കേസിൽ 77 വയസ്സുള്ള മുൻ മുഖ്യമന്ത്രി കരുണാനിധിയെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ CBCID പോലീസ് ബലമായി വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു. കരുണാനിധി അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ TV ചാനലുകളിൽ നിരന്തരം പ്രചരിച്ചതോടെ രാജ്യം മുഴുവൻ ഞെട്ടിത്തെറിച്ചു. തുടർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച കേന്ദ്രമന്ത്രിമാരായിരുന്ന മുരശ്ശലിമാരനും TR ബാലുവും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്തു. വ്യക്തിവൈരാഗ്യം ഭരണകൂട ഭീകരതയായി മാറിയ നിമിഷങ്ങളായിരുന്നു അക്ഷരാർത്ഥത്തിൽ അത്. ഈ വൈരാഗ്യം തമിഴ്നാടിന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഡൽഹിയിലെ കേന്ദ്ര സർക്കാരുകളെ നിയന്ത്രിക്കുന്ന കിങ് മേക്കർമാരായി ഇരുവരും. ഈ വൈരാഗ്യം തമിഴ്നാടിന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പിന്നെയോ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരുകളെ നിയന്ത്രിക്കുന്ന കിങ് മേക്കർമാരായി ഇരുവരും മാറി മാറി വിലപേശി. AIADMKയുടെ പിന്തുണ പിൻവലിച്ച് 1999 AB വാജ്പേയി സർക്കാരിനെ ഒരൊറ്റ വോട്ടിന് താഴെയിറക്കാൻ ജയലളിതയ്ക്ക് സാധിച്ചെങ്കിൽ, തുടർന്ന് വന്ന വാജ്പേയി മന്ത്രിസഭയിലും പിന്നീട് UPA സർക്കാരിലും നിർണായക സ്വാധീനം ചെലുത്തി കേന്ദ്ര മന്ത്രിസഭയെ തന്നെ നിയന്ത്രിക്കാൻ കരുണാനിധിക്കും കഴിഞ്ഞു. ഇവിടെയാണ് ഈ വൈരാഗ്യത്തിന്റെ മറ്റൊരു വിചിത്രമായ തലം നമ്മൾ കാണേണ്ടത്. പരസ്പരം നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഈ രണ്ട് നേതാക്കൾ ഇരുവരും മാറി മാറി ഭരിച്ച ആ കാലഘട്ടത്തിലാണ് തമിഴ്നാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക സാമൂഹിക വികസനം കൈവരിച്ചത് എന്ന നേട്ടം. ഒരു വശത്തെ രാഷ്ട്രീയ പകപോക്കലുകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും മറുവശത്തെ തമിഴകത്തെ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ജനപ്രിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഇരുവരും തമ്മിൽ വലിയൊരു മത്സരം തന്നെ നടക്കുകയുണ്ടായിരുന്നു. കലൈஞർ കരുണാനിധി സാധാരണക്കാരുടെ വീടുകളിലേക്ക് സൗജന്യ കളർ TVകളും സൗജന്യ ഗ്യാസ് സ്റ്റവുകളും എത്തിച്ചപ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാൻ ഉഴവർ സന്ധി, അതായത് കർഷക വിപണി എന്ന വിപ്ലവകരമായ ആശയവും നടപ്പിലാക്കി. കൂടാതെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലൂടെയും പാർപ്പിട പദ്ധതികളിലൂടെയും പാവപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകളും വീട്ടമ്മമാർക്ക് മിക്സിയും ഫാനും ഗ്രൈൻഡറും നൽകിക്കൊണ്ടാണ് ജയലളിത ജനഹൃദയങ്ങൾ കീഴടക്കിയത്. വിശക്കുന്നവർക്ക് തുച്ഛമായ 1 രൂപയ്ക്ക് ചൂടുള്ള ഭക്ഷണം നൽകുന്ന അമ്മ ക്യാൻറ്റീൻ പദ്ധതിയിലൂടെയും അമ്മ കുടിവെള്ളം, അമ്മ ഫാർമസി എന്നിവയിലൂടെയും അവർ ഒരു പടി കൂടി കടന്ന് ജനങ്ങളുടെ മനസ്സിൽ ദൈവതുല്യയായ അമ്മയായി മാറി. ഒരു സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അടുത്ത സർക്കാർ റദ്ദാക്കുക, അല്ലെങ്കിൽ അതിലും വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച ജനങ്ങളെ വിസ്മയിപ്പിക്കുക. അക്ഷരാർത്ഥത്തിൽ ഇതായിരുന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ശൈലി. പകപോക്കലുകൾക്കിടയിലും ദ്രാവിഡ മുന്നേറ്റത്തിന്റെ സാമൂഹിക നീതിയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനവും ഉറപ്പാക്കാൻ ഇരുവരും മത്സരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കപ്പുറം തമിഴ്നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താനും നാടിനെ ഓട്ടോമൊബൈൽ IT ഹബ്ബാക്കി മാറ്റാനും ഏറ്റവും വലിയ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാനും ഈ രണ്ട് ഭരണാധികാരികളും വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2016 ഡിസംബറിൽ മാസങ്ങൾ നീണ്ട ആശുപത്രി വാസത്തിനൊടുവിൽ ജയലളിതയുടെ അപ്രതീക്ഷിത വിയോഗവും തൊട്ടു പിന്നാലെ 2018 ഓഗസ്റ്റിൽ ദ്രാവിഡ സൂര്യൻ കരുണാനിധിയുടെ മരണവും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സുവർണ നാടകീയ യുഗത്തിന് എന്നേക്കുമായി തിരശീലയിട്ടു. എന്നാൽ കലൈஞരും അമ്മയും ഒഴിഞ്ഞ തമിഴ് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട DMK AIADMK ആധിപത്യത്തെ തകിടം മറിച്ച് പുതിയൊരു ചരിത്രം തമിഴ്നാട്ടിൽ പിറന്നു. സിനിമയിൽ നിന്ന് ജനനായകനായെത്തി ഇരു മുന്നണികളെയും അട്ടിമറിച്ച് വിജയ് അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ചരിത്ര അട്ടിമറിക്കാണ് തമിഴ് മണ്ണ് സാക്ഷ്യം വഹിച്ചത്. ഇതോടെ പതിറ്റാണ്ടുകളായി തമിഴ്നാടിനെ നയിച്ച ആ വ്യക്തി വൈരാഗ്യത്തിന്റെയും പ്രതികാര രാഷ്ട്രീയത്തിന്റെയും യുഗം ഇവിടെ അവസാനിക്കുകയാണോ, അതോ പുതിയ മുഖങ്ങളിലൂടെ പ്രതികാരത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണോ എന്ന ആ ഒരു ചോദ്യം മാത്രം ഈ ഘട്ടത്തിലും ബാക്കിയാകുന്നു. ഭരണം പിടിച്ചെടുക്കുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് അത് നിലനിർത്തുക എന്നത്. പതിറ്റാണ്ടുകളായി വേരൂന്നിയ DMK AIADMK കേഡർ സംവിധാനങ്ങളെ മറികടന്ന് മുന്നോട്ട് പോവുക, ഭരണതലത്തിൽ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുക, സാമ്പത്തിക ബാധ്യതകളില്ലാതെ ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയെല്ലാം
പുതിയ വിജയ് ഭരണകൂടത്തിന് മുന്നിലെ വലിയ അഗ്നി പരീക്ഷകളാണ്. ഇരു മുന്നണികളെയും ഞെട്ടിച്ച് ഭരണത്തിലെത്തിയ വിജയ് സർക്കാർ തമിഴ്നാട്ടിൽ വാഴുമോ വീഴുമോ എന്നത് കണ്ടു തന്നെ അറിയണം. അരനൂറ്റാണ്ട് കാലം തമിഴകത്തെ പിടിച്ചുകുലുക്കിയ ആ പ്രതികാര രാഷ്ട്രീയം തമിഴ്നാടിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുകയായിരുന്നു, അതോ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുകയായിരുന്നു ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.